സോ ഇന്ന് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് ജഡ്ബറ കാസൽ ജയിൽ. 1820 പ്രവർത്തനം ആരംഭിച്ച ഈ ജയിൽ 19-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസനായിരുന്നു. എൻട്രൻസ് എന്നുള്ള എഴുത്ത് കണ്ടുകൊണ്ട് ഞങ്ങൾ കയറി ചെന്നപ്പോൾ അത് ആക്ച്വലി എക്സിറ്റിൻ്റെ സൈഡാണ്. എന്തുകൊണ്ടാണ് അവിടെ എൻട്രൻസ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എൻട്രൻസ് തപ്പി അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ആദു കയ്യിൽ നിന്ന് പോയി. പുള്ളി അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു ലോണുണ്ട് പുൽത്തകടി, അവിടെ ഓട്ടവും ഒക്കെയായി ഞങ്ങൾ മ്യൂസിയം കാണാൻ വന്ന മൂടേയും മാറ്റിക്കളഞ്ഞു. പിന്നെ അവിടെ നിന്ന് ടൗണിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് വീണ്ടും ആദുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറാനുള്ള പരിശ്രമമായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ജയിലേഴ്സ് ഹൗസ് ആൻഡ് ടൗൺ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതും ഇതുമൊക്കെ ആദ്യം തന്നെ കയറിപ്പോയി. പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ കുഞ്ഞാണ്, ചരിത്രത്തിൽ താല്പര്യം ഉണ്ടാകേണ്ട പ്രായമോ മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശദമായിട്ട് അവിടുത്തെ ഓരോ സാധനങ്ങളും കണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വായിച്ചൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. ഒരു ഓടിച്ചുള്ളൊരു കാണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും അവർ ജയിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കുട്ടി കുറ്റവാളികളെ ഈ ജയിലിലിടാൻ ഉള്ള തൂക്കവും പൊക്കവും ഒക്കെ ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി വീണ്ടും 2ാം നിലയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നിന്നാണ് ആക്ച്വലി പ്രിസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ജയിലറിൻ്റെ ഒരു രൂപമൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ജയിലറകൾ തന്നെയാണ്. നല്ല ഇരുമ്പിൻ്റെ ബന്ധനമൊക്കെ ഉള്ള നല്ല ജയിലറകൾ. ഓരോ ജയിലറകളിലും ആരൊക്കെ കിടന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ചില വിശദാംശങ്ങളൊക്കെ അവരവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് നമ്മൾ ചെന്ന് ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവും. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ജയിലിൽ മരിക്കുന്ന ആൾക്കാരെ അവരുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നത് വരെ സൂക്ഷിച്ചിരുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നും വീണ്ടും നമ്മൾ ഒരു അപ്സ്റ്റേഴ്സ് ഒരു നടകൾ കയറി മേളിലേക്ക് ചെല്ലുമ്പോഴാണ് 2ാമത്തെ നില. അവിടെയും ജയിൽ തന്നെയാണ്. ഈ മുന്നോട്ട് പോകുന്തോറും നീതുവിൻ്റെ ഭയം കൂടി വരികയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇരുട്ടാണ്, ഇടുങ്ങിയ ജയിലറകളാണ്, അതൊക്കെ അത്യാവശ്യം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇതുപോലുള്ള ഓരോ രൂപങ്ങളെയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് മുന്നോട്ട് നടന്ന ഒരു ഇടനാഴിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് സ്ത്രീകളുടെ ജയിലിലേക്കാണ്. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെല്ലുകളിലാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റുള്ള ഫ്ലോറുകളിലാണ് അവരുടെ സെല്ലുകൾ ഉണ്ടായിരുന്നത്. സ്ത്രീകളുടെ സെല്ലുകളിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് ഒരു മ്യൂസിയം കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പഴയകാലത്തെ വിലങ്ങുകൾ, അതുപോലെ പഴയകാലത്തെ കൈയെഴുത്ത് പ്രതികൾ, അതിൻ്റെ ഡയറികൾ, ഡോക്യുമെൻറ്റേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ പ്രസൻറ്റ് ചെയ്ത് ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കാരണം പണ്ടത്തെ കാലത്ത് ഇവരുടെ കുനുകുനാന്നുള്ള അക്ഷരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ എഴുത്തും മറ്റു കാര്യങ്ങളും, പിന്നെ ഇത്രയും വർഷം മുമ്പുള്ള ഒരു കൈവലങ്ങൊക്കെ കണ്ടു. ആ കൈവലങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെങ്ങാനും കൈ വിട്ടുപോയി കഴിഞ്ഞാൽ മരിച്ചിട്ടല്ലാതെ പുറത്തേക്ക് നമുക്ക് കൈ എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. അതുപോലത്തെ കൈവലങ്ങുകളൊക്കെയാണ് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഒന്ന് ഓടിച്ച് കണ്ടു എന്ന് തന്നെ വരുത്തി തീർക്കാം. കാരണം ആദം മുന്നിൽ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് എക്സാക്റ്റ് ഒന്നും നമുക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല. ഇത് ശരിക്കും അടുത്ത സ്ത്രീകളുടെ സെല്ലിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ഇടനാഴിയാണ്. അവിടെ കുറച്ച് നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടങ്ങനെ നിന്നിട്ടാണ് സ്ത്രീകളുടെ സെല്ലിലേക്ക് ചെന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഫീമെയിൽ ക്രിമിനൽസിൻ്റെ സെല്ലാണ്. ഈ കാണുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഗാലാക്ഷി ഹിൽസിൽ 1800 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ പൊട്ടറ്റോ കട്ടതനാണ്, ദാരിദ്ര്യം കൊണ്ടായിരിക്കും പൊട്ടറ്റോ കട്ടതനാണ് അവർ ജയിലിലായത്. ഈ ഓപ്പോസിറ്റ് കാണുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ചിട്ട് കൊടുക്കാത്തവനാണ് ജയിലിലായത്. എന്താണെങ്കിലും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.